കൊടുക്കാൻ, അനീതിയുടെ കൂടെ സഹയാത്രികനായി പോകാതിരിക്കാൻ അനുശാസിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ. ലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണം. അതാണ് ഏറ്റവും പഠിപ്പിക്കുന്നത്. എവിടെ നീതിയുണ്ടോ അവിടെ ആയിരിക്കണം മുസൽമാൻ. ഇസ്ലാമിക അന്യായി നിങ്ങൾ നീതിയുടെ സഖികളാകും. പലോ അവരിൽ വാലികെ വല്ലി നിങ്ങൾക്കെതിരെയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയാണെങ്കിലും കക്ഷി ധരിക്കണോ ധരിക്കണോ ആരായാലും കുഴപ്പമില്ല. അല്ലാഹുവാണ് ഏറ്റവും കുഴപ്പം. അതുകൊണ്ട് നീതിയുടെ കൂടെ നിൽക്കണം. നമ്മൾ ഈ കാര്യം ജീവിതത്തിലൂടെ തെളിയിക്കുക. ഒരിക്കൽ അഹ്മദ് എന്ന ഒരു മുസ്ലിം സഹാബി മറ്റൊരു മുസ്ലിമിന്റെ പറയുന്നു, മോഷ്ടിക്കപ്പെട്ട സഹാബി പ്രവാചകന്റെ അടുത്ത് നിന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ഇന്ന ആളാണ് ഇദ്ദേഹം വേഗം ഇതൊരു ദൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി. അന്വേഷണം നടത്തിയപ്പോൾ കുട്ടിമുതൽ കണ്ടെത്തിയത് ദൂതന്റെ കയ്യിൽ. സ്വാഭാവികമായി മുസ്ലിങ്ങൾ സത്യസന്ധന്മാരാണ്, ജൂതന്മാർ കള്ളന്മാരാണ്, വഞ്ചകന്മാരാണ്. അവരുടെ കാര്യാവശ്യം എന്തോ വിവാസം ചെയ്യാനും മതിയില്ലാത്ത ഒരു വർഗമാണ്. എടുത്തപ്പോൾ ഈ അവസ്ഥ വെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ജൂതനെതിരായി ഈ പ്രഖ്യാപിച്ചപ്പോൾ ജൂതൻ അതിനോട് പറഞ്ഞു, ആ പറക്കുവായ നമ്മളെ ഞാനത് എന്റെ വേണ്ടി ആരും കൊണ്ടുപോയിട്ടതാണ്, ഞാൻ അറിയില്ല. പക്ഷേ പ്രവാചകൻ ഈ നിലക്ക് തെറ്റായി ജീവിക്കാൻ നോക്കുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാഇലെ 105 മുതൽ 115 വരെയുള്ള 10ഓളം ആയത്തുകൾ ഇറക്കിയിട്ട് ഒരു ജൂതന്റെ നിരപരാധിത്വം വ്യക്തമാണ്. ഒരു ജൂതൻ പോലും വിശ്വസിക്കപ്പെടാൻ കഴിയില്ല. ഒരു ജൂതന് നേരെ വരെ അനീതി ഓരോ ദിവസവും ലോകത്തെ 140 കോടി മുസൽമാൻ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വിഭാഗമാണിവർ. പക്ഷേ അവന് വരെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരി മോഷ്ടിച്ചു. അപ്പോ ഉസാമ റളിയല്ലാഹുവിനോട് അക്ക എന്ന് പറഞ്ഞു, ഒരു കേട്ട എപ്പോഴും ആളല്ലേ, ഒന്ന് ചെന്ന് പറ, നമുക്ക് നമ്മുടെ കുടുംബത്തിന് കുറച്ചിലല്ലേ, തറവാടിന് മോശമല്ലേ, അതുകൊണ്ട് ആ മോശത്തിന് രക്ഷപ്പെടുത്താൻ കൈയൊന്നും മുറിക്കാതെ ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ എന്ത് റെക്കമെൻഡ് ചെയ്യും? വിശ്വാസത്തിനോട് വിഷയം പറഞ്ഞപ്പോ മുസ്ലിം ചോദിച്ചു, ചരിത്രത്തിൽ നമ്മൾ കേട്ട പ്രവാചകന്റെ മുൻമുത്തുകളിൽ ഏറ്റവും ഉജ്ജ്വലമായ വാക്കുകളിൽ ഒന്നും നമ്മൾ അന്ന് കേട്ടു. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യരെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ വഴിവിളക്കാൻ കാരണം അവരിലെ പ്രമാണിമാർ പ്രഗത്ഭന്മാർ തെറ്റ് ചെയ്താൽ അതിനു നേരെ കണ്ണടക്കുകയും അവരിലെ പാവപ്പെട്ടവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കർശനമായി നീതി നടപ്പാക്കുകയും ചെയ്ത മടിത്തത്തിന്റെ പേരിലാണ് അല്ലാഹുവാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ മുഹമ്മദിന്റെ മോള് ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. സംശയം വേണ്ട, എന്റെ കരളിന്റെ കഷ്ടമാണ്. പക്ഷേ തെറ്റ് ചെയ്തത് എന്റെ മോളാണെങ്കിലും കൈ ഞാൻ മുറിക്കും. ആ ഭീതിയുടെ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ സമൂഹത്തിന് പുറത്തു കൊടുത്തത്. പ്രവാചകരെ, ഞാൻ എന്റെ ഈ കുട്ടിക്ക് കൊടുത്ത സമ്മാനം കണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നല്ല കൈ ചോദിച്ചത്, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് ഇത്ര മക്കൾ, അവർക്കൊക്കെ കൊടുത്തതുപോലെ ഇല്ല. എന്നാൽ എന്റെ നീതിന് സാക്ഷിയാക്കണ്ട, കൊടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. 2 കുട്ടികളുണ്ടായി, ഒരു കുട്ടിയെ വഴിയിൽ കാണിച്ചു, മറ്റേ കുട്ടിയെ കാണിച്ചില്ല. ചോദിച്ചു, എന്താ നീ എന്ത് വകയില അനീതി ചെയ്യുന്നത്? മക്കൾക്കിടയിൽ വിവേചനം പാടില്ല, ഇരുത്തി കൊടുത്തു. ആ നീതിയുടെ ശബ്ദം
സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു സമീപനം പാടില്ല എന്ന പാഠപ്രവാചകൻ വാസ്തവത്തിൽ നിന്ന് ലോകത്തു നിന്ന് ആ നീതിയുടെ ശബ്ദം അസ്തമിച്ചു പോയതല്ലേ എല്ലായിടത്തും കുഴപ്പത്തിന് കാരണം? ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഇതല്ലേ? ലോകമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന 5 തീകൾ ഇവിടെ നടക്കുന്ന അനീതിയുടെ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് പവർ, രണ്ടാമത്